പോവാണ്. ഇവരുടെ മെയിൻ ഒരു യാത്ര ചെയ്യാനുള്ള ഒരു മാർഗ്ഗമാണ് കുതിരയാണ് എല്ലാത്തിനും. യാത്ര ചെയ്യാൻ, ഞാൻ പറഞ്ഞ ഫുഡിൻ്റെ കാര്യത്തിന്, ഇറച്ചി ഉണ്ടാക്കാൻ, പാല് എല്ലാം കുതിരേനെ ആശ്രയിച്ചാണ്. കൃഷിക്കുള്ള ചാണകം എല്ലാം കിട്ടുന്ന കുതിരയെന്ന്. ഇവിടെ നമ്മൾ കുതിരയോട്ട മത്സരം കാണാൻ വന്നതാണ്. ശരിക്കും ഈ കനാലിൻ്റെ അപ്പുറമുള്ള സ്ഥലത്തായിരുന്നു കുതിരയോട്ട മത്സരം നടക്കേണ്ടത്. പക്ഷേ ഇന്ന് അവിടെ അതില്ല. എല്ലാ ദിവസമൊന്നും ഇല്ല കേട്ടോ. ഇത് ഗ്രാമങ്ങളിലെ ഒരു കളിയാണ്. ഞങ്ങൾ കിർഗിസ്ഥാൻ്റെ ഒരു ഉൾപ്രദേശത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. പച്ചപ്പും ഹരിതാഭവും എല്ലാം കോരി ചൊരിഞ്ഞ് നിൽക്കുന്ന ഒരു ഭൂപ്രകൃതി. ഇവിടെ പശുക്കളെയും കുതിരയും ആടും എല്ലാം നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. ഈ കാണുന്ന ഒരു ഫാമാണ്. ഇപ്പോൾ നമ്മളെല്ലാവരും കയ്യിൽ കരുതിയിരിക്കുന്നത്, നമ്മളെ ഗ്രൂപ്പിലെല്ലാവരും വാങ്ങിയിരിക്കുന്നത് ഈ നാട്ടിലെ, അതായത് കിർഗിസ്ഥാനിലെ ഒരു വളരെ പോപ്പുലറായിട്ടുള്ളൊരു പാനീയമാണ്. നമ്മുടെ നാട്ടിലെ തനതായ ഉൽപ്പന്നം എന്ന് പറയുന്ന കള്ള് എന്ന പോലെ തന്നെ കിർഗിസ്ഥാൻ്റെ അവരുടെ ദേശീയ പാനീയം എന്ന് അവർ അവകാശപ്പെടുന്ന ഒരു അത്യാവശ്യം ചെറിയ മദ്യത്തിൻ്റെ അളവുള്ള ഒരു ഡ്രിങ്കാണ്. ഇത് എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വിചിത്രമാണ്. ഇത് കുതിരപ്പാലാണ്. അടിസ്ഥാനപരമായി കുതിരപ്പാൽ പുളിപ്പിച്ച് കഴിയുമ്പോൾ അതിനകത്ത് ഒരു വളരെ ചെറിയ ആൽക്കഹോൾ കണ്ടൻറ്റ് ഉണ്ടാകുന്നു. അതാണ് ഇവിടുത്തെ ആളുകൾ കള്ളായിട്ട് കുടിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിപ്പോൾ 1 ലിറ്റർ വാങ്ങി, നമ്മൾ 8 പേരും ഒരു കുഞ്ഞു ഗ്ലാസ്സുകളിൽ ഒഴിച്ചു. നമ്മളത് ആഘോഷമായി എല്ലാവരും കൂടി കുടിക്കുകയാണ്. അപ്പോൾ ഒരു ചേഴ്സ്. ഇത് നല്ല പുളിയുണ്ട്. ഇതിന് കള്ളിൻ്റെ ഒരു ചെറിയ പക്കാ കള്ളിന്റെ ടേസ്റ്റ് അല്ല, ഇത് കയ്പും കലർന്ന ഒരു മോര്. പാലാണ് അടിസ്ഥാനപരമായി. പുളിപ്പിച്ച പാലിന് ഒരു ചെറിയ വേണ്ട. ഇഷ്ടപ്പെട്ടില്ലേ? ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ. കുമ്മീസ് കുതിരപ്പാൽ കൊണ്ടുണ്ടാക്കിയ കള്ള്. ഒരു പുളി, ഒരു മോരുവെള്ളം കുടിക്കും പോലെ. മോരുവെള്ളത്തിന് ഒരു ഇച്ചിരി പുളി ഉണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കും. ഒരു ചവർപ്പവും ഉണ്ട്. കള്ളിൻ്റെ തുറുമ്പ് കടൂലേ? എന്ത് കാര്യത്തിന്? കുതിരേനെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വളർത്തുമൃഗം. കുതിരയാണ്. നമ്മുടെ പശു പോലെ പാലിനും ഇറച്ചിക്കും എല്ലാത്തിനും ഉപയോഗിക്കുന്ന. പശുവിനേക്കാളും പ്രധാനം കുതിരയാണ്. പശുവിന് അത്ര പോരാ. ഇവിടെ ട്രാൻസ്പോർട്ടേഷനുമായിട്ട് ഉപയോഗിക്കില്ലേ? ട്രാൻസ്പോർട്ടേഷൻ, ഇറച്ചി, പാല് എല്ലാം കുതിരയല്ലേ? കള്ളിന് പോലും കള്ള് കള്ള്. പിന്നെ കിർഗിസ്ഥാന്റെ ഒരു നോമാഡിക് നേച്ചർ വെച്ച് നോക്കുമ്പോൾ കുതിര വളരെ ഇതിലേക്ക് വണ്ടി കയറ്റിയിട്ട് ആൾക്കാർ അർട്ടിൽ താമസിക്കും. റിസോർട്ടപ്പോൾ എവിടെയാവും? റിസോർട്ട് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോകണമെന്നാണ്. 24 കിലോമീറ്റർ ആയിരുന്നു ആദ്യം പറഞ്ഞത്. അല്ല, നാച്ചുറൽ സ്പാ ആകുമ്പോൾ ഇപ്പോൾ അത് ഓപ്പൺ എയറിലായിരിക്കില്ലേ? അപ്പോൾ ഇപ്പോൾ തണുപ്പില്ലേ? ഇല്ല, തണുപ്പല്ലേ? തണുപ്പല്ല, അത് ഹോട്ട് വാട്ടർ, നാച്ചുറൽ ഹോട്ട് സ്പാ. കൊടി കാണുന്നുണ്ടോ റോഡിൽ? ബ്ലോക്ക് ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരുവൊക്കെ ആണല്ലോ. അല്ല, അതിൻ്റെ അഡ്വർടൈസ്മെന്റ് ആണ്. ഇത് ട്രൗട്ട് ഫിഷിന്റെ പടം. ട്രൗട്ട് ഫിഷ് ഇഷ്ടം പോലെ കിട്ടുന്നതായിരിക്കും. തിരിച്ചു പോകുമ്പോൾ നമുക്ക് ഡിന്നർ ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോകാം. അത് തന്നെ, ട്രൗട്ട് ഫിഷ്. ആൾക്കാരവിടെ ഇരുന്ന് കഴിക്കുവോ? നാഷണൽ ഡിഷസ്. ഇതൊന്ന് കട്ടമ്മ. ഒരാൾ കുതിരപ്പുറത്തിരിക്കണോ? ഇവിടുത്തെ
വൈകുന്നേരം കേട്ടോ ഇത് കാണാൻ രസം അല്ലേ? നമ്മൾ ഉച്ചയ്ക്കൊക്കെ കാണേക്കാൾ രസമല്ലേ? കഴിഞ്ഞ ദിവസം നമ്മൾ കസാഖിസ്ഥാൻ ബോർഡർ ഇങ്ങോട്ട് കയറിയപ്പോൾ ഭയങ്കര രസമല്ലായിരുന്നു വൈകുന്നേരം ആയപ്പോൾ. ഇപ്പോഴല്ലേ ഒരു നല്ലൊരു ലുക്ക് തന്നെ, ചെറിയ മൂടൽ പോലെ. അതല്ലെങ്കിലും വലിയ വെയിൽ വരുമ്പോൾ ഇവൻ ടൗൺ സെന്ററുകളാണെങ്കിൽ പോലും കാണാൻ പശിയില്ല. ആകെ ഒരു ഉടങ്ങി വരവ്. ഈ വെള്ളത്തിന്റെ കളർ നോക്കി എന്നാ പറയണേ, എന്ത് ടൈപ്പ് ഗ്രീനാ അത്? ഒരു ചെറിയൊരു പച്ച കളർ പോലെ അല്ലേ? ഐസിന്റെ വെള്ളം ഇരിക്കുന്നത് എങ്ങനെയാ? അങ്ങനെയാണ്. അലാറ്റു മൗണ്ടൻസ് ആണ് എന്റെ പരിസരത്ത് കാണുന്നത്. അലാറ്റു സ്ക്വയറിലാണ് ഇന്ന് രാവിലെ പോയത്. ഈ പർവ്വതത്തിന്റെ നടുവിലാണ്, അല്ലെങ്കിൽ അതിന്റെ താഴ്വാരത്താണ് ബിഷ്കേക്ക് സിറ്റി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതിനോടുള്ള ഒരു ഇത് വെച്ചിട്ടാണ് അലാറ്റു സ്ക്വയർ എന്ന് അവിടുത്തെ പ്രധാനപ്പെട്ട സ്ക്വയറിന് പേര് നൽകിയിരിക്കുന്നത്. അത് ട്രൗട്ട് ഫിഷ് ആയോണ്ടായിരിക്കുന്നേ. നല്ല ഫ്രഷ് കിട്ടില്ല. നമ്മുടെ നാട്ടിലാണെങ്കിൽ തോട്ടിൽ മീൻ പിടിക്കൂലേ? ഇതൊരു ഫിഷിന്റെ രൂപം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതുണ്ടോ ഇവിടെ ഇഷ്ടം പോലെ ആ മീൻ കിട്ടണമെന്ന് തോന്നുന്നു. അതുകൊണ്ടാന്ന് തോന്നുന്നു വഴി കൂടെ നിറച്ച്. അതിന്റെ അടുത്തുണ്ട് ഒരു കുതിര. കുതിരയോടൊപ്പം ഒരു ഫിഷിന്റെ ഷേപ്പ് എനിക്കൊരാഗ്രഹമുണ്ട്. വല്ല തൊഴി കിട്ടുമോ? എന്തോരം കുതിരയല്ലേ ഇത്? കാല് കെട്ടി വെച്ചേക്കും. ഇവിടെ വരണുണ്ട്. ലെഫ്റ്റിലുള്ള ഇച്ചിരി വലുതാ അല്ലേ ഈ വെള്ളക്കുതിര? എനിക്കുണ്ട് ഇത് ആ മലയുടെ അടിവാരത്തിലോട്ട് പോണായിരിക്കും. മലയുടെ അടിവാരത്തിലാണ് ഇത്. നമ്മൾ കുളിക്കുമ്പോൾ നമ്മുടെ സൈഡും മലയാണ്. അതൊരു ഗോർജ് പോലെയാണ്. റിവറിലെ ആൾക്കാർ വണ്ടിയൊക്കെ ഇറക്കി. പക്ഷെ നല്ല ഒഴുക്കുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ രസമായിരിക്കും അവിടെയൊക്കെ ഉണ്ട് ആൾക്കാർ. ബാർബിക്യൂ ഒക്കെ ചെയ്യുന്നുണ്ട്. ഒരു 3 കിലോമീറ്ററിലേ പോകുന്ന കാണുള്ളൂ. ഇവിടെ തീരുവല്ലേ? അതെന്ന് തോന്നുന്നു. ഇവിടെ അപ്പൊ ഇതിന്റെ അകത്തായിരിക്കും പുളി. ആൾക്കാർ ഇങ്ങോട്ട് വന്നതിനാണ് മിക്കവാറും അതിനകത്ത് കരയ്ക്കുന്നത്. പൂരം കണ്ടുവരും. അത് കാണിക്കോ? കാണാൻ താളി പിടിക്കും. അതിൻ്റെ ഉള്ളിലോട്ട് കയറിപ്പോയി നോക്കാം. ഇതൊരു നാച്ചുറൽ സ്പാ ആണ്. ആ നാച്ചുറൽ സ്പാ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ വന്നതാണ്. കുറേ ദൂരം ട്രാവൽ ചെയ്ത് വന്നതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് അടുത്ത എപ്പിസോഡിൽ കാണാം.